قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن الله يمن على من يشاء من عباده وما كان لنا أن نأتيكم بسلطان إلا بإذن الله وعلى الله فليتوكل المؤمنون. ദൈവദൂതന്മാർ അവരോട് പറഞ്ഞു, വാസ്തവത്തിൽ ഞങ്ങൾ നിങ്ങളെപ്പോലുള്ള മനുഷ്യർ തന്നെ. പക്ഷേ അല്ലാഹു അവന്റെ ദാസന്മാരിൽ അവൻ ഇച്ഛിക്കുന്നവരെ അനുഗ്രഹിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് പ്രമാണം കൊണ്ടുവരിക ഞങ്ങളുടെ കഴിവിൽപ്പെട്ടതല്ല. പ്രമാണം അല്ലാഹുവിന്റെ ഹിതത്താൽ മാത്രം പ്രത്യക്ഷപ്പെടുന്നതാകുന്നു. വിശ്വാസികൾ അല്ലാഹുവിൽ മാത്രമാണ് ഭരമേൽപ്പിക്കേണ്ടത്. ഞങ്ങളും മനുഷ്യർ തന്നെയാണ്. പക്ഷേ വിജ്ഞാനവും പൂർണ്ണമായ ദീർഘദൃഷ്ടിയും കൊണ്ട് അനുഗ്രഹിക്കാൻ നിങ്ങൾക്കിടയിൽ നിന്ന് അവൻ ഞങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഇതിൽ ഞങ്ങൾക്കൊരു കയ്യുമില്ല. പൂർണ്ണമായും അല്ലാഹുവിന്റെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണത്. അവൻ തന്റെ അടിമകളിൽ നിന്ന് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമുള്ളത് നൽകുന്നു. ഞങ്ങളിലേക്ക് വരുന്നതിനെ നിങ്ങളിലേക്ക് തിരിച്ചുവിടാനോ വ്യക്തമായി കിട്ടിയ യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടയ്ക്കാനോ ഞങ്ങൾക്ക് സാധ്യമല്ല. അല്ലാഹു അവന്റെ ദാസന്മാരിൽ അവൻ നിശ്ചയിക്കുന്നവരെ അനുഗ്രഹിക്കുമെന്നാണ് പ്രവാചകന്മാർ അവർക്ക് മറുപടി നൽകിയത്. وما لنا ألا نتوكل على الله وقد هدانا سبلنا ولنصبرن على ما آذيتمونا وعلى الله فليتوكل المتوكلون. ഞങ്ങൾ എന്തിന് അല്ലാഹുവിൽ ഭരമേൽപ്പിക്കാതിരിക്കണം? ഞങ്ങളുടെ ജീവിതത്തിന് അവൻ മാർഗദർശനം അരുളിയിരിക്കെ നിങ്ങൾ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദ്രോഹങ്ങൾ തീർച്ചയായും ഞങ്ങൾ സഹിച്ചുകൊള്ളാം. ഭരമേൽപ്പിക്കുന്നവർ ഭരമേൽപ്പിക്കേണ്ടത് അല്ലാഹുവിങ്കൽ മാത്രമാകുന്നു. وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين. ഒടുവിൽ നിഷേധികൾ ദൈവദൂതന്മാരോട് പറഞ്ഞുകളഞ്ഞു, ഞങ്ങൾ നിങ്ങളെ ഈ നാട്ടിൽ നിന്ന് ആട്ടിപ്പുറത്താക്കുക തന്നെ ചെയ്യും. അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മതത്തിലേക്ക് തിരിച്ചു വന്നേ പറ്റൂ. അപ്പോൾ നാഥൻ അവർക്ക് ബോധനം നൽകി, തീർച്ചയായും ഈ ധിക്കാരികളെ നാം നശിപ്പിക്കുന്നതാകുന്നു. പ്രവാചകരോട് തങ്ങളുടെ മതത്തിലേക്ക് തന്നെ തിരിച്ചു വരണമെന്നാണ് നിഷേധികൾ ആവശ്യപ്പെടുന്നത്. പ്രവാചകത്വ പദവി ലഭിക്കുന്നതിന് മുമ്പ് പ്രവാചകന്മാർ തങ്ങളുടെ സമുദായത്തിന്റെ വഴിപിഴച്ച മതത്തിൽ ഉൾപ്പെട്ടിരുന്നുവെന്ന് ഇതിനർത്ഥമില്ല. മറിച്ച് പ്രവാചകത്വത്തിന് മുമ്പ് അവർ ഒരു തരത്തിലുള്ള മൗനജീവിതം നയിച്ചിരുന്നുവെന്നാണ് ഇതിന്റെ താൽപര്യം. നിലവിലുള്ള ഏതെങ്കിലും മതത്തെ നിഷേധിക്കുകയോ ഏതെങ്കിലും മതത്തിലേക്ക് പ്രബോധനം നടത്തുകയോ ചെയ്തിരുന്നില്ല. അതിനാൽ അവർ തങ്ങളുടെ മതത്തിൽ തന്നെയാണെന്ന് ജനങ്ങൾ ധരിച്ചിരുന്നു. പിന്നീട് അവർ പ്രവാചകത്വത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ തുടങ്ങിയപ്പോൾ പൂർവികരുടെ മതത്തിൽ നിന്ന് പുറത്തുപോയി എന്നവർ ആരോപിച്ചു. വാസ്തവത്തിൽ പ്രവാചകത്വത്തിന് മുമ്പും ബഹുദൈവാരാധകരുടെ മതങ്ങളിലൊന്നും അവർ ഉൾപ്പെട്ടിരുന്നില്ല. എന്നിരിക്കെ അതിൽ നിന്ന് പുറത്തുപോയി എന്ന ആരോപണത്തിന് എന്തർത്ഥം? وَلَنُسْكِنَنَّكُمُ الْأَرْضَ مِنْ بَعْدِهِمْ ذَلِكَ لِمَنْ خَافَ مَقَامِي وَخَافَ وَعِيدِ. അവർക്ക് ശേഷം നിങ്ങളെ ഈ ഭൂമിയിൽ അധിവസിപ്പിക്കുകയും ചെയ്യും. എന്റെ സന്നിധിയിൽ ഉത്തരം ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ഭയപ്പെട്ടവരോടും എന്റെ താക്കീതുകളെ ഭയപ്പെട്ടവരോടും ഉള്ള ഔദാര്യമത്രേ ഇത്. ധിക്കാരികളായ ജനതയ്ക്ക് ശേഷം പ്രവാചകരെ ഭൂമിയിൽ അധിവസിപ്പിക്കുമെന്നാണ് അല്ലാഹു പറയുന്നത്. നിങ്ങൾ ഭയപ്പെടരുത്. ഇവർ പറയുന്നു, നിങ്ങൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമല്ലെന്ന്. എന്നാൽ നാം പറയുന്നത് ഇവർക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ സാധ്യമാവില്ലെന്നാണ്. ഇപ്പോൾ നിങ്ങളെ അനുസരിക്കുന്നവരാരോ അവരായിരിക്കും ഇവിടെ ജീവിക്കുക.
واستفتحوا وخاب كل جبار عنيد. അവർ തീരുമാനം ആഗ്രഹിച്ചിരുന്നു, എന്നാൽ അവരുടെ കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. സത്യവിരോധികളായ സ്വേച്ഛാധിപതികളൊക്കെയും തോറ്റുപോയിരിക്കുന്നു. സത്യവിരോധികളായ സ്വേച്ഛാധിപതികളുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഈ ചരിത്ര വിവരണത്തിലൂടെ മക്കയിലെ സത്യനിഷേധികൾ നബി തിരുമേനിയോട് ചെയ്തിരുന്ന ദുഷ്പ്രവൃത്തികൾക്ക് മറുപടി നൽകുകയാണ്. പ്രത്യക്ഷത്തിൽ പൂർവ്വ പ്രവാചകന്മാരുടെയും അവരുടെ സമുദായങ്ങളുടെയും സംഭവങ്ങളാണ് അനുസ്മരിക്കുന്നത്. എങ്കിലും ഈ അധ്യായത്തിന്റെ അവതരണ ഘട്ടത്തെക്കുറിച്ച് സൂചിപ്പിച്ച പോലെ മക്കാ മുശ്രിക്കുകളെയും പരോക്ഷമായി താക്കീത് ചെയ്യുന്നുണ്ട്. മുഹമ്മദീയ ദൌത്യത്തെ എങ്ങനെ സമീപിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് നിങ്ങളുടെ ഭാവി നിലകൊള്ളുന്നത്. ആ പ്രബോധനം സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അറേബ്യയിൽ ജീവിക്കാൻ സാധിക്കും. അത് തിരസ്കരിക്കുകയാണെങ്കിലോ നിങ്ങളുടെ പേരും കുറിയും ഇവിടെ നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കപ്പെടും. കാരണം ചരിത്ര സംഭവങ്ങൾ അതൊരു സുസ്ഥാപിത യാഥാർത്ഥ്യമാക്കി മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രവചനത്തിന് ശേഷം 15 വർഷം പൂർത്തിയായില്ല. അപ്പോഴേക്കും അറേബ്യയിൽ ഒറ്റ മുശ്രിക്ക് പോലും അവശേഷിക്കാതായി. മിൻ വറാഇഹി ജഹന്നമു വയുസ്ഖാ മിൻ മാഇൻ സദീദ്. അതിനുശേഷം നരകമുണ്ട്. അവിടെ അവർ ചോരയും ചലവും കലർന്ന ദുർനീര് കുടിപ്പിക്കപ്പെടും. يتجرعه ولا يكاد يسيغه ويأتيه الموت من كل مكان وما هو بميت ومن ورائه عذاب غليظ. അത് വളരെ പണിപ്പെട്ട് തൊണ്ടയിലൂടെ ഇറക്കാൻ അവൻ ശ്രമിക്കും. ഏറെ ക്ലേശിച്ചേ അത് ഇറക്കാൻ കഴിയൂ. നാനാവശങ്ങളിൽ നിന്നും മരണം വന്നു വളയുന്നു. എന്നാൽ അവനൊട്ടു മരിക്കുകയുമില്ല. പിന്നീടവനെ കഠിനമായ ഒരു ശിക്ഷ ബാധിക്കുന്നതാകുന്നു. مثل الذين كفروا بربهم أعمالهم كرماد اشتدت به الريح في يوم عاصف لا يقدرون مما كسبوا على شيء ذلك هو الضلال البعيد. തങ്ങളുടെ റബ്ബിനെ ധിക്കരിച്ചവർക്കുള്ള ഉദാഹരണം ഇതാണ്. അവരുടെ കർമ്മങ്ങൾ ഒരു പ്രളയനാളിലെ കൊടുങ്കാറ്റിൽപ്പെട്ട ചാരം പോലെയാകുന്നു. അവയൊന്നും അവർക്ക് ഒട്ടും ഉപകാരപ്പെടുകയില്ല. ഇതുതന്നെയാകുന്നു കൊടിയ മാർഗഭ്രംശം. അള്ളാഹുവിനെ നിഷേധിച്ചവരുടെ അന്ത്യത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. നന്ദികേടിന്റെയും വിശ്വാസവഞ്ചനയുടെയും തന്നിഷ്ടത്തിന്റെയും അനുസരണക്കേടിന്റെയും ധിക്കാരത്തിന്റെയും മാർഗം സ്വീകരിക്കുകയും പ്രവാചകന്മാർ പ്രബോധനം ചെയ്ത അനുസരണത്തിന്റെയും അടിമത്തത്തിന്റെയും മാർഗം തിരസ്കരിക്കുകയും ചെയ്തവരുണ്ടല്ലോ. അവരുടെ മുഴുവൻ ജീവിത പ്രവർത്തനങ്ങൾ അത്രയും അവസാനം നിരർത്ഥവും നിഷ്പ്രയോജനകരവുമായി തീരുന്നതാണ്. ദീർഘകാലം കൊണ്ട് കൂമ്പാരമാക്കി വെച്ച വെണ്ണീർ ശേഖരം പോലെയാണത്. ഒരു ദിവസം പൊടുന്നനെ ഒരു കൊടുങ്കാറ്റടിച്ചാൽ മതി അതെല്ലാം ധൂളിയായി ചിതറിപ്പോകാൻ. അതേപോലെ അവരുടെ ഗംഭീരമായ നാഗരികത, അത്ഭുതകരമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, മഹത്തായ രാഷ്ട്രങ്ങൾ, അത്യുന്നതങ്ങളായ യൂണിവേഴ്സിറ്റികൾ, കലാ സാഹിത്യ വിജ്ഞാനീയങ്ങളുടെ കൗതുകകരവും കനപ്പെട്ടതുമായ ശേഖരങ്ങൾ, എന്തിനധികം അവരുടെ ആരാധനകൾ, മറ്റു ബാഹ്യ നേട്ടങ്ങൾ, ജനക്ഷേമ സ്ഥാപനങ്ങൾ എന്നിങ്ങനെ മനുഷ്യൻ അഹങ്കരിക്കുന്ന എല്ലാം അന്ത്യദിനത്തിൽ നാമാവശേഷമാകും. പരലോകത്ത് അതിൽ നിന്ന് ഒരു തരി പോലും ദൈവത്തിന്റെ ത്രാസിൽ കനം തൂങ്ങാൻ ശേഷിക്കുകയില്ല. ألم تر أن الله خلق السماوات والأرض بالحق إن يشأ يذهبكم ويأت بخلق جديد. അല്ലാഹു ആകാശഭൂമികളെ യാഥാർത്ഥ്യമായി സൃഷ്ടിച്ചു നിലനിർത്തിയത് നിങ്ങൾ കാണുന്നില്ലേ? അവന് വേണമെങ്കിൽ നിങ്ങളെ തുടച്ചുമാറ്റി പകരം പുതിയൊരു സൃഷ്ടിയെ കൊണ്ടുവരാം. അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിന്റെ യാഥാർത്ഥ്യത്തിലേക്കാണ് ഇവിടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. മുമ്പുന്നയിച്ച വാദത്തിന്റെ തെളിവാണിത്. താൽപര്യമിതാണ്,
ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുന്നതെന്തിന്? ആകാശഭൂമികളാകുന്ന ഈ മഹത്തായ തൊഴിൽശാല യാഥാർത്ഥ്യമാണെന്നും മിഥ്യയല്ലെന്നും നിങ്ങൾ കാണുന്നില്ലേ? ഇവിടെ സത്യത്തിലും യാഥാർത്ഥ്യത്തിലും അധിഷ്ഠിതമായതല്ലാതെ കേവല സാങ്കല്പികവും ഊഹാധിഷ്ഠിതവുമായ ഒന്നും നിലനിൽക്കുന്നതല്ല. അവയെ അവലംബമാക്കി പ്രവർത്തിക്കുന്നവർ ഒരിക്കലും വിജയം വരിക്കുകയുമില്ല. വെള്ളത്തിൽ ചിത്രം വരയ്ക്കുകയോ മണലിൽ കോട്ട കെട്ടുകയോ ചെയ്യുന്നവൻ തന്റെ ചിത്രം അവശേഷിക്കുമെന്നോ കോട്ട നേരെ നിലനിൽക്കുമെന്നോ പ്രതീക്ഷിച്ചാൽ അത് സഫലമാവുകയില്ല. കാരണം വെള്ളത്തിന്റെ യാഥാർത്ഥ്യം ചിത്രത്തെ സ്വീകരിക്കുന്നതോ മണലിന്റെ യാഥാർത്ഥ്യം മന്ദിരത്തെ സുസ്ഥിരമായി നിർത്തുന്നതോ അല്ല. അതിനാൽ സത്യത്തിൽ നിന്നും യാഥാർത്ഥ്യത്തിൽ നിന്നും മുഖം തിരിച്ച് ആരെങ്കിലും മിഥ്യയായ പ്രതീക്ഷകളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് അടിസ്ഥാനമാക്കുകയാണെങ്കിൽ അത് പരാജയപ്പെടുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ ഈ പ്രപഞ്ചത്തിൽ ഒരാൾ ദൈവത്തിന്റെ അനുസരണത്തിൽ നിന്നും അടിമത്തത്തിൽ നിന്നും സ്വതന്ത്രനാണെന്ന് സങ്കല്പിച്ച് പ്രവർത്തിക്കരുത്. ദൈവത്തിന് പുറമെ യഥാർത്ഥത്തിൽ ദിവ്യത്വം ഒന്നുമില്ലാത്ത മറ്റാരുടെയെങ്കിലും ദിവ്യത്വം അംഗീകരിച്ച് ജീവിക്കുകയും ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ അവന്റെ ജീവിതത്തിലെ മുഴു പ്രവർത്തനങ്ങളും നിഷ്ഫലമാവും. നിങ്ങൾ എന്തിനാണ് ഇത് കേൾക്കുമ്പോൾ ആശ്ചര്യപ്പെടുന്നത്? മനുഷ്യൻ ഇവിടെ സ്വതന്ത്രനോ ദൈവമല്ലാത്ത മറ്റാരുടെയെങ്കിലും അടിമയോ അല്ല എന്നതാണ് യാഥാർത്ഥ്യം. എങ്കിൽ ഈ യാഥാർത്ഥ്യത്തിന് വിരുദ്ധമായ സങ്കല്പത്തിന്മേൽ തന്റെ ചിന്തയും പ്രവർത്തനവും ക്രമീകരിക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് നിങ്ങളുടെ അഭിപ്രായത്തിൽ വെള്ളത്തിൽ ചിത്രം വരയ്ക്കുന്ന പടുവിഡ്ഢിയുടെ പരിണാമമല്ലാതെ മറ്റെന്താണ് പ്രതീക്ഷിക്കാനുള്ളത്? وَمَا ذَلِكَ عَلَى اللَّهِ بِعَزِيزٍ. അവിധം പ്രവർത്തിക്കുക അവന് ഒട്ടും പ്രയാസകരമല്ല. നിങ്ങളെ മാറ്റി മറ്റൊരു സൃഷ്ടിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞതിന്റെ താൽപര്യം ഇതാണ്. മിഥ്യയിൽ വിശ്വസിക്കുകയും തിന്മ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനത ഏത് സമയവും ഉന്മൂലനം ചെയ്യപ്പെടും. തൽസ്ഥാനത്ത് മറ്റൊരു ജനത ഉയർത്തപ്പെടുകയും ചെയ്യും. ഈ ആപത്ത് സംഭവിക്കാൻ അല്പം താമസിക്കുകയാണെങ്കിൽ അത് തീരെ ഒഴിഞ്ഞുപോയി എന്ന് തെറ്റിദ്ധരിച്ച് സന്തോഷത്താൽ മതിമറക്കേണ്ടതില്ല. മറിച്ച് സാവകാശത്തിന്റെ ഓരോ നിമിഷവും ഓരോ നിധിയായി കണക്കാക്കി തെറ്റായ ചിന്താകർമ്മങ്ങളുടെ അപകടം മനസ്സിലാക്കുക. ഉടനെ തന്നെ അവ സുസ്ഥിരമായ അടിസ്ഥാനങ്ങളിൽ ക്രമീകരിക്കുകയും ചെയ്യുക. قالت لهم رسلهم إن نحن إلا بشر مثلكم ولكن